വളാഞ്ചേരിയിലാണ് പാതിരാത്രിക്ക് ഓട്ടോ വിളിച്ച് യാത്രക്കാരൻ കൂലിയായി 80 രൂപയുടെ ചെക്ക് നൽകിയത്. വളാഞ്ചേരിയിൽ നിന്നും പെരിന്തൽമണ്ണയിലേക്കായിരുന്നു ഇയാൾ ഡ്രൈവറായ അഷ്റഫിനെ ഓട്ടത്തിനായി വിളിച്ചത്. കുളമംഗലത്ത് വെച്ച് യാത്രക്കാരൻ ഭക്ഷണം കഴിക്കുന്നതിനായി ഹോട്ടലിലും കയറി. എന്നാൽ മദ്യലഹരിയിലായിരുന്ന ഇയാൾ കടക്കാരുമായി തർക്കത്തിലാവുകയും തുടർന്ന് അഷ്റഫ് പെരിന്തൽമണ്ണയിലേക്ക് ഓട്ടം പോകാൻ തനിക്ക് കഴിയില്ലെന്ന് അറിയിക്കുകയും ചെയ്യുകയായിരുന്നു. കൂടെ ഉണ്ടായിരുന്ന കുട്ടിയെയും അഷ്റഫ് തിരിച്ച് വളാഞ്ചേരിയിൽ തന്നെ ഇറക്കി. കയ്യിൽ ഓട്ടോ കാശില്ല എന്ന് പറഞ്ഞ യാത്രക്കാരൻ ഉടൻ 80 രൂപയുടെ ചെക്ക് എഴുതി നൽകുകയായിരുന്നു. മലയാളത്തിലാണ് ചെക്ക് എഴുതി നൽകിയത്. ഒപ്പും ശരിയായ രീതിയിലല്ലായിരുന്നു. 31 വർഷത്തിനുള്ളിൽ ഡ്രൈവിംഗ് ജീവിതത്തിൽ ആദ്യമായാണ് ഇത്തരമൊരു അനുഭവം ഉണ്ടായതെന്ന് അഷ്റഫ് പറയുന്നു. ഒപ്പം കുട്ടി ഉണ്ടായതുകൊണ്ടാണ് പ്രശ്നമുണ്ടാക്കാതിരുന്നത്. ക്ഷമയോടെ വിഷയം കൈകാര്യം ചെയ്ത അഷ്റഫ് വാങ്ങിയ ചെക്ക് കയ്യിൽ ഓർമ്മയ്ക്കായി സൂക്ഷിച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വളാഞ്ചേരിന്ന് അപ്പുറം മാവണ്ടിയൂർ ആ ഭാഗത്തൊക്കെ ട്രിപ്പ് പോയി വരികയാണ്. അപ്പോൾ നമ്മൾ നടക്കാ ഹോസ്പിറ്റലിൽ കഴിഞ്ഞ പാടി സാറ് അവൻ്റെ CH എത്തുന്നതിനപ്പുറത്തേക്ക് ഒരു ചെങ്ങായും ഒരു പെണ്ണും കുട്ടിയും കൂടി നടന്നു വരുന്നുണ്ട്. അത് നമ്മൾ എൻ്റെ വണ്ടി കൈ കാണിച്ചു. അപ്പോൾ ഞാൻ നിർത്തിയേക്ക് പറഞ്ഞൊരു ഓട്ടം പോകാൻ പറ്റുമോ വെച്ച്. അപ്പോൾ എവിടേക്കാന്ന് ഞാൻ ചോദിച്ചിട്ടില്ല. അതിക്ക് ഞാൻ പറഞ്ഞു ഇയാൾ കുറച്ച് വെള്ളം അടിച്ചത് കാരണം പറ്റില്ല എന്ന് പറഞ്ഞു. ഞാൻ നല്ല വെള്ളത്തിലായിരുന്നു. അപ്പോൾ ഒരു ചെറിയ കുട്ടീനെ കണ്ട ഒരു 5 വയസ്സായ കുട്ടിയാണ്. അത് ഒരു ആൺകുട്ടി. അപ്പോൾ അതിങ്ങനെ ഉറക്കം വന്നിട്ട് ഇങ്ങനെ ആടി നടക്കണ മാതിരി തോന്നി. അപ്പോൾ ഇക്കതിനെ കണ്ടൊക്കെ ഭയങ്കര സങ്കടം തോന്നി. ചെറിയ കുട്ടിയല്ലേ വെച്ചിട്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു എടുക്കാൻ പോകേണ്ടി വെച്ച്. അപ്പോൾ പെരുന്തൽമണ്ണക്കാന്ന് പറഞ്ഞു. എന്നാൽ ആയിക്കോട്ടെ കയറി എന്ന് പറഞ്ഞു. അങ്ങനെ കുളമംഗലത്തേക്ക് മറ്റേ നെയ്ച്ചോറിൻ്റെ കട ഉണ്ട്. അവിടത്തേക്ക് പറഞ്ഞു ഭക്ഷണം കഴിക്കാൻ നിർത്തി തരുമോ വെച്ചാൽ ആയിക്കോട്ടെ നിർത്തി തരാറുണ്ട്. അങ്ങനെ ഭക്ഷണം കഴിക്കാൻ നിർത്തി. അത് കുറച്ചൊരു 10-20 മിനിറ്റ് കഴിഞ്ഞൊക്കെ അവിടെ ആകെ പ്രശ്നമായി. ആ കടക്കാരനായിട്ട് ആകെ പ്രശ്നങ്ങൾ അടിയും ഭയങ്കര വാക്ക് തീർക്കുന്നൊക്കെ ഭയങ്കര പ്രശ്നങ്ങളായി. അപ്പോൾ എനിക്ക് തോന്നി ഇയാളുടെ പെരുന്നാൾ പോയതിന് എങ്ങനെയായാലും ഞാൻ കുടുങ്ങും. അത് എങ്ങനെയായാലും പ്രശ്നം വിചാരിച്ചിട്ട് എനിക്ക് ഓട്ടം പോരാൻ പറ്റില്ല. ഇങ്ങനെ ഈ തോതിൽ എനിക്ക് ഇങ്ങനെ വരാൻ കഴിയില്ലായിരുന്നു. അപ്പോൾ എന്താ വെച്ചാൽ നിങ്ങൾ ഇവിടുന്ന് തന്നെ എങ്ങനെയാണെങ്കിൽ അവിടെ പോയാൽ നിങ്ങളാകെ മാറുന്ന മട്ടാണ്. അതുകൊണ്ട് പറ്റില്ലായിരുന്നു. ഒന്നുകിൽ ഇവിടുന്ന് വേറെ പോയിക്കോളി, അല്ലെങ്കിൽ ഞങ്ങൾ വളാഞ്ചി ടൗണ് കൈ തരാറുണ്ട്. അങ്ങനെ വളാഞ്ചി ടൗണ് കൈ തരാൻ പറഞ്ഞു. വളാഞ്ചി ടൗണ് കൈ കൊടുത്തു. അതിനോട് വാടക എത്ര വെച്ച് വേറെ ഒരു 50 രൂപയാണെന്നാണ് പറഞ്ഞു. എന്നോട് പറഞ്ഞു പൈസ ഇല്ല, ചെക്കാണ് പറഞ്ഞു. എനിക്ക് ചെക്കൊന്നും വേണ്ട, ഞങ്ങൾ പൈസ വേണ്ട, നിങ്ങൾ പോയിക്കോളിന്ന് പറഞ്ഞു. പൈസ ഇല്ലെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾ ചെക്കൊന്നും എനിക്ക് വേണ്ട പറഞ്ഞു. അപ്പോൾ മുപ്പര് പറഞ്ഞു എനിക്ക് ഓസാരൊന്നും വേണ്ട, ചെക്ക് പിടിച്ചു പറഞ്ഞിട്ട് അയാളെ വൈഫിനെ കൊണ്ട് ചെക്ക് എഴുതിച്ച് എൻ്റെ കൈ തന്നു. ഞാനപ്പോൾ നോക്കിയത് എത്ര എഴുതി നോക്കിയിട്ടൊന്നും നോക്കിയിട്ടില്ല. ഞാനങ്ങനെ മടക്കി വണ്ടിയിലിടും ചെയ്ത്. അത് സ്റ്റാൻഡിൽ വന്നിട്ട് നമ്മൾ തുണക്കാരോട് പറഞ്ഞു ഇങ്ങനെ സംഭവം ഉണ്ടായി പറഞ്ഞു. അപ്പോൾ അത് നമ്മളൊരു സുഹൃത്തിൻ്റെ പൈസയിൽ അറിയും. ഓൻ ഇതൊക്കെ വീഡിയോ എടുത്ത് ഞാൻ അറിഞ്ഞിട്ടില്ല. ഓൻ വീഡിയോ എടുത്ത് വിട്ടപ്പോഴാണ് ഇതിങ്ങനെ പുറം ലോകം അറിഞ്ഞത്. ഇല്ല പേര് പറഞ്ഞില്ല. അവനും അവൻ്റെ ഭാര്യയും ചെറുപ്പക്കാരത്തിയാണ്, പെണ്ണ് ചെറുപ്പക്കാരത്തിയാണ്, കുട്ടിയും ചെറിയ കുട്ടിയും. അവന് അത്യാവശ്യം ഒരു പ്രായമുള്ള മാതിരി കണ്ട്. ഒരു തലയൊക്കെ മുട്ടടിച്ചിട്ട് ആണ് ഒരാൾ, സ്കെൽറ്റായിട്ട് ഒരാളാണ്. ഓരോ അത് കള്ള് മാത്രമല്ല വേറെ എന്തൊക്കെ ഇതുണ്ട് തോന്നുന്നു. അതൊരു സ്വയബോധം ഇല്ലാത്തൊരു ലെവലാണ് അവൻ്റെ സംസാരം കാര്യമൊക്കെ. ഞാൻ പൊതുവേ അങ്ങനെ ഇത്രയും സ്വയബോധം ഇല്ലാത്ത ആൾക്കാർ നമ്മൾ വണ്ടിയിൽ കൊണ്ടുപോകലില്ല. എന്താ വെച്ചാൽ അപ്പോൾ ഈ കുട്ടീനെ കണ്ടൊക്കെ നമുക്ക് എന്തോ മനസ്സിലാക്കുക. അപ്പോൾ നമ്മളെ കുട്ടികളൊക്കെ ഈ നേരത്തെ കിടന്നുറങ്ങുമ്പോൾ ഇതിങ്ങനെ നടക്കേണ്ടതൊക്കെ ഒരു മനസ്സിൽ എന്തോ ഒരു ഇത് തോന്നി. എങ്ങനെ അവിടുന്ന് ആ പ്രശ്നം ഉണ്ടായതുകൊണ്ട് ഞാൻ കഴിച്ചില്ല. അല്ലെങ്കിൽ പെരുന്തൽമണ്ണ നേരെ പോയിട്ട് അവിടെ പോയിട്ട് വാടകയും കിട്ടൂല, ആകെ പ്രശ്നമായത്. അവിടുന്ന് തന്നെ ഇല്ല ഞാൻ പോയിട്ടില്ല. ഞാൻ അധികം ഉദ്ദേശിച്ചിട്ടില്ല. അത് ചെക്ക് മാറാനും ഉദ്ദേശിച്ചിട്ടില്ല, ബാങ്ക് പോലെ ഉദ്ദേശിച്ചിട്ടില്ല. അപ്പം തന്നെ ഞാൻ കളയാൻ വെച്ചാൽ എന്തോ ഇതിൽ ഞാൻ വെറുതെ വണ്ടിയിൽ വെച്ചു. മറ്റൊരു കാണിച്ചു കൊടുക്കാൻ ഇങ്ങനെ വെച്ചു. പിന്നെ ആ വണ്ടിയിൽ ഇരിക്കുന്നുണ്ട്, അവിടെ കിടന്നോട്ടെ വിചാരിച്ചു. നമ്മളൊരു ഓർമ്മക്കായിട്ട് ഞാനെനിക്ക് അതായത് ഇപ്പോൾ 94 ഡ്രൈവറായതാണ് ഞാൻ. 31 വർഷത്തോളമായി. കുറേ ആൾക്കാർ പൈസ തരാതെ മുങ്ങിയിട്ടൊക്കെ ഉണ്ടെന്നല്ല, ചെക്കാർ നിന്നിട്ടില്ല. ചില ആൾക്കാർ വണ്ടി വിളിച്ച് പോയിരുന്നാറ് ഇപ്പോൾ തരാം, ഒരു മിനിറ്റ് ഇവിടെ നിൽക്കിയിട്ട് നടന്നിട്ട് അവിടെ പോകും. എന്നിട്ട് അരമണിക്കൂർ 2 മണിക്കൂർ 2-3 മണിക്കൂറൊക്കെ നമ്മൾ കത്തുന്നുണ്ട് ഓരോ ടീമിന് ട്രിപ്പായിട്ട് പോയിട്ട്. അവരെന്താ ചെയ്യും, ഓരോ പെരയ്ക്ക് പോയി പൈസ എടുത്തിട്ടാണ് പോകും. ഓരോ പെരയിൽ പോയി പെര അതാവില്ല, വേറെ എവിടെയൊക്കെ പെര ഓരോ ഇടയിൽ മുങ്ങിയിട്ടുണ്ടാവും. അങ്ങനെ ഒരുപാട് അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനത്തെ ഒരു സംഭവം